ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആഘോഷിക്കാത്ത ഒരു ക്രിസ്ത്യൻ രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളത്. യെസ്, അർമേനിയയിലെ ക്രിസ്തുമസ് ദിനത്തിലെ ക്രിസ്മസ് കാണിക്കാനായിട്ട് ഞാൻ വന്ന ആരായി? യെസ്, അതാണ് സുഹൃത്തുക്കളെ. ഡിസംബർ 25-നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അർമേനിയ എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തു മതം സ്വീകരിച്ച രാജ്യത്താണുള്ളത്. അപ്പോൾ ഡിസംബർ 25-ന് ക്രിസ്മസ് ഇവിടെ കൂടാമെന്ന് കരുതി വന്നതാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഡിസംബർ 25-നല്ല ഇവിടെ ക്രിസ്മസ് എന്നുള്ളത്. യെസ്, ലോകത്തിൽ 12% വരുന്ന ജനത, ക്രിസ്ത്യൻ ജനത, അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി 7-നാണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ടെക് ട്രാവലേജ് KLTUK പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ എന്നാലും ഇതിൽ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഈ കാര്യം ബേസിക്കലി പറയുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ, ജൂലിയൻ കലണ്ടർ എന്നീ പറഞ്ഞ 2 കലണ്ടറുകളുണ്ട്. 46 BC കാലഘട്ടത്തിൽ ജൂലിയസ് സീസർ ഇംപ്ലിമെൻ്റ് ചെയ്ത കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്നത്. അത് പ്രകാരമാണ് ശരിക്കും ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നത്. ജനുവരി 7-നായിരുന്നു അന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നത്. പിന്നീട് ഈ ആസ്ട്രോണമി സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചത്തിൻ്റെയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ കറക്റ്റ് പ്രോപ്പറായിട്ട് വന്നപ്പോഴത്തേക്കിനും ഒരു ദിവസത്തിൽ 7 മിനിറ്റിൻ്റെ വ്യത്യാസം വന്നു. അങ്ങനെ 1582 നമ്മുടെ പോപ്പ് ഗ്രിഗറി എന്ന് പറയുന്ന പോപ്പ് പുതിയൊരു കലണ്ടർ കൊണ്ടുവന്നു. ആ കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ശരിക്കും കുറച്ച് ദിവസങ്ങൾ പിന്നോട്ടായി ഈ ക്രിസ്തുമസിൻ്റെ ഡേറ്റ്. അതായത് ഡിസംബർ 25 എന്നുള്ളൊരു ഡേറ്റിലേക്ക് മാറി ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഡേറ്റ്. പക്ഷേ ഭൂരിഭാഗം വരുന്ന ഓർത്തഡോക്സ് മതവിശ്വാസികൾ, പ്രത്യേകിച്ച് ഈ റഷ്യൻ, പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങൾ, ഇവിടെ അർമേനിയ, ജോർജിയ, പിന്നെ മിഡിൽ ഈസ്റ്റിലും അതേപോലെ തന്നെ ആഫ്രിക്കയിലുമുള്ള കുറച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ കലണ്ടർ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ജൂലിയൻ കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും ഇപ്പോഴും ജനുവരി 7-ന് ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാലും ജനുവരി 7-നും ഡിസംബർ 25-നും രണ്ട് ഡേറ്റിൽ ഇവർ ക്രിസ്മസ് ആഘോഷിക്കും. പക്ഷേ ഇവിടുത്തെ വൈബ് ഈ ഒരു 1-2 ആഴ്ച കംപ്ലീറ്റ് ക്രിസ്മസ് വൈബിലായിരിക്കും എല്ലായിടത്തും. പക്ഷേ ശരിക്കും ഇവിടുത്തെ ലീഗലായിട്ടുള്ള ഇവരുടെ ക്രിസ്മസ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 7-ആണ്. അപ്പോൾ ഡിസംബർ 25 എന്നുള്ളൊരു ക്രിസ്തുമസ് ദിനത്തിൽ ഇവിടെ അർമേനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജ്യത്ത് എങ്ങനെയാണ് ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിന്ന് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓ വാവ്, ക്രിസ്തുമസ് സമ്മാനമായിട്ട് എന്താണ് വരുന്നതെന്ന് നോക്കൂ. വോൾവോ XC60. വാവ്, ഇതെന്തെങ്കിലും സമ്മാനത്തിൻ്റെ പരിപാടികളായിരിക്കും. വോൾവോ XC60 ഇവിടെ ക്രിസ്തുമസ് ഗിഫ്റ്റായിട്ട് ഈ കാണുന്ന റെയിൻഡിയേഴ്സ് വലിച്ചുകൊണ്ട് പോകുന്നു. റെയിൻഡിയേഴ്സ് അല്ലേ ഇത്? യെസ്, ഇത് യെരവാൻ നഗരത്തിലെ ഒരു വലിയൊരു മെയിൻ ഹൈവേ, ഒരു റോഡാണ്. ഇത് കണ്ടില്ലേ ഈ കാണുന്നത്. അപ്പുറത്തും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോഴത്തേക്കിനും എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ്സ് എ വെരി എന്താ പറയുക, തിരക്കുള്ള ഒരു റോഡ്. ആ റോഡിൻ്റെ പുറത്തൊരു സ്ട്രീറ്റ് ഉണ്ട്. ഈ റോഡിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് 2 എസ്കലേറ്റർ ഉണ്ട്. ഇതെന്താ പരിപാടി എന്നല്ലേ? യെസ്, ഈ കാണുന്ന റോഡിൻ്റെ താഴെ ഒരു ഷോപ്പിംഗ് മോളാണ് ഗൈസ്. നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ എസ്കലേറ്റർ ഇറങ്ങി താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ അടിയിലുള്ള ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഇന്നലെ രാത്രിയില്ലേ ഇവിടെ നടന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചത് നിങ്ങളെ കാണിക്കണം എന്നുള്ളത്. ഇത് കണ്ട സ്റ്റെപ്പ് ഇറങ്ങി ഇതിലിവിടെ താഴേക്ക് വന്നപ്പോഴത്തേക്കിനും ഇതൊരു ഷോപ്പിംഗ് മോള് കണ്ടോ. റോഡിൻ്റെ അടിയിലൊരു ഷോപ്പിംഗ് മോള്, ഇതൊരു സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഇവിടെ കടകൾ, മൊബൈൽ ഷോപ്പ്, പിന്നെ ഗിഫ്റ്റ് ഷോപ്പുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു ഷോപ്പിംഗ് മോള് റോഡിൻ്റെ അടിയിൽ, ലിറ്ററലി നമ്മുടെ റോഡിൻ്റെ അടിയിലാണ്. ഇത് കണ്ടോ, ബില്ലിംഗ് കൗണ്ടേഴ്സ്, പിന്നെ മിനിസോ ഉണ്ട്. അടിപൊളി. ഇത് സെറ്റപ്പാണ്. എനിക്ക് വല്ലാത്തൊരു കൺസെപ്റ്റാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. റോഡിനടിയിൽ നമ്മൾ സബ്വേകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിലും യൂറോപ്പിലൊക്കെ ഉണ്ട്, UK-ലൊക്കെ ഉണ്ട്, ശരിയാണല്ലോ, അവിടെ ഉണ്ടല്ലോ. ഇത് വലിയ പുതിയ കാര്യമൊന്നുമല്ല, ഇത് പഴയ കാര്യമാണ്. ബേസിക്കലി ഒരു കിഡിലൻ സബ്വേ ഇവർ ഒരു ഷോപ്പിംഗ് മോള് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, വിളിച്ച് ഒരു ഡിഫറെൻറ്റ് സംഭവം. ബിൽഡിംഗ് നല്ല രസമുണ്ടല്ലേ. ഈസാണേ, എല്ലായിടത്തും ക്രിസ്മസ് ഡെക്കറേഷൻസും പരിപാടികളും സംഭവങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ യെരവാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്താ പറയുക, ആളുകൾ ജീവിച്ചിരുന്ന ഒരു സിറ്റിയാണ് ലോകത്തിലെ യെരവാൻ എന്ന് പറയുന്നത്. അത് ഒട്ടേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നൊരു നഗരം കൂടിയാണ് യെരവാൻ എന്ന് പറയുന്നത്. നമ്മുടെ ബൈബിളിൽ ക്രിസ്തു മതത്തിൽ നോഹയുടെ പേടകത്തെ പറ്റി പറയുന്നുണ്ട് അല്ലേ, നോഹാസ് ആർക്ക്. ആ നോഹയുടെ പേടകം അവസാനമായിട്ട് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് മൗണ്ട് അരാറത്ത് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന് മുകളിലാണ്.
ആ മൗണ്ട് അരാറത്ത് എന്ന് പറയുന്ന പർവ്വതം ബേസിക്കലി അർമേനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അർമേനിയ അസർബൈജാനും അതേപോലെ തന്നെ തുർക്കിയും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം കുറേ ഭാഗങ്ങൾ ഇവരുടെ ഇന്ന് തുർക്കി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അസർബൈജാനും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൗണ്ട് അരാറത്തിൻ്റെ പ്രധാന ആ ഭാഗം ഇപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ തുർക്കി ഭാഗത്താണുള്ളത്. പക്ഷേ അർമേനിയക്കാർ ഇപ്പോഴും പറയുന്നത് അർമേനിയക്കാരുടെയാണ്, അർമേനിയയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ചരിത്രപരമായിട്ടുള്ള ക്രിസ്തു മതത്തിൻ്റെ ആ ഒരു കഥകളിൽ അർമേനിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് യെരവാൻ നഗരമധ്യത്തിലുള്ള നഗരഹൃദയത്തിലുള്ള റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയറിലാണ്. ഇന്നലെ രാത്രി ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് ആ കാണുന്ന ക്രിസ്മസ് ട്രീ ആണ്, അതൊക്കെ ലൈറ്റപ്പ് ചെയ്ത് ഇത് രാത്രി കാണാൻ വേറെ ലെവൽ ഭംഗിയായിരുന്നു. ഒന്നും പണ്ട് കാര്യമില്ല, രാത്രിയാണ് ഇതിൻ്റെ ഭംഗി. എന്നാലും ഞാനിതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം ഞാനിട്ട് കാണിച്ചു തരാം, എന്നാലേ ഈ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു പ്രോപ്പർ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഈ ഒരു സ്ക്വയർ ശരിക്കും ഇതൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്ക്വയറാണ്. വളരെ മനോഹരമായിട്ടുള്ള നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിന് പണ്ട് ലെനിൻ സ്ക്വയർ എന്നായിരുന്നു ഈ ഒരു ഇതിൻ്റെ പേര്. ലെനിൻ സ്ക്വയർ എന്ന് പറയുന്നത് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഈ ക്രിസ്മസ് ട്രീ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ലെനിൻ്റെ പ്രതിമയുണ്ടായിരുന്നു. സോവിയറ്റിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ നഗരങ്ങളിലും ലെനിൻ സ്ക്വയറും ലെനിൻ്റെ പ്രതിമകളും ഉണ്ടായിരുന്നു. പിന്നീട് 1992 കാലഘട്ടത്തിൽ അർമേനിയ എന്നൊരു പുതിയ രാജ്യമായിട്ട് സോവിയറ്റിൽ നിന്നും വിട്ട് രാജ്യമായി മാറിയതിന് ശേഷം ഇവർ ഈ ഒരു ലെനിൻ സ്ക്വയറിൻ്റെ ലെനിൻ സ്റ്റാച്യു എടുത്ത് മാറ്റി, അത് എവിടെ കൊണ്ട് വെച്ച് കാണാം, എനിക്ക് എവിടെയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇതിനെ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറഞ്ഞ പേര് കൊടുത്ത് റീനെയിം ചെയ്തു. അതാണ് ഈ ഒരു സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ബിൽഡിങ്ങുകൾ കാണാം. അതിൽ ഒന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഓഫീസുകൾ, പിന്നെ നാഷണൽ മ്യൂസിയം, പിന്നെ അത് ഈ കാണുന്നതാണ് മാരിയറ്റ് ഹോട്ടൽ. അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളുള്ള ഒരു സ്ക്വയറാണ് യെരവനിലെ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്നത്. നാഷണൽ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ ശരിക്കും ഇതൊക്കെ ഫൗണ്ടനാണ് ബേസിക്കലി. ആ ഫൗണ്ടൻ വിൻ്ററിൽ ഇവർ ഫൗണ്ടനൊക്കെ മാറ്റി അവിടുത്തെ വെള്ളമെല്ലാം എടുത്ത് കളഞ്ഞ് ഫുൾ ക്രിസ്മസ് വൈബിൽ ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി റെഡിയാക്കി വെക്കും. ഫുൾ ക്രിസ്മസ് ട്രീകളും അതേപോലെ തന്നെ ക്രിസ്മസ് ഡെക്കറേഷനും ലൈറ്റപ്പും പരിപാടികളൊക്കെയാണ് മൊത്തത്തിൽ. രാത്രി ആകുമ്പോഴത്തേക്കിനും അതിമനോഹരമാണ് ഇവിടെ. പിന്നെ ഇഷ്ടംപോലെ മറ്റേ നമ്മുടെ സാന്താക്ലോസുമാരെ ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ഇതേപോലുള്ള ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതേപോലെയുള്ള പല പല ആളുകൾ, ക്രിസ്മസ് ട്രീകൾ ധാരാളം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി ഒരു കിടിലം വൈബാണ് കേട്ടോ ഇവിടെ. കൊള്ളാം അല്ലേ? നാഷണൽ മ്യൂസിയത്തിൽ കയറി കാണേണ്ടവർക്ക് നാഷണൽ മ്യൂസിയത്തിൽ കയറി കാണാം. ഇവിടെ നമുക്കൊരു ബെൽ ടവർ കാണാൻ സാധിക്കും, ഒരു ക്ലോക്ക് ബെൽ ടവർ. ഇത് ഏതൊരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ താഴെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാ മരത്തിലും ഇതേപോലെ LED സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നുണ്ടോ, എല്ലാ മരത്തിലുണ്ട്. അതൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കിനെ ഫുള്ള് ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ കിടുക്കാച്ചായിട്ട് നിൽക്കും. ലെനിൻ സ്ക്വയർ അങ്ങനെ റിപ്പബ്ലിക് സ്ക്വയറായി മാറി. എന്ത് ഭംഗിയല്ലേ കെട്ടണം. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡ് സാൻഡ് സ്റ്റോൺ അല്ലേ, അത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുത്തബ് മിനാറും അതേപോലെ തന്നെ നമ്മുടെ റെഡ് ഫോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അതൊക്കെ അതേ മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ ക്രിസ്മസ് ട്രീ കൊള്ളാട്ടോ സംഭവം. അതൊരു വേറെ ലെവൽ സംഭവമാണ്. ക്രിസ്മസ് ട്രീ ഭയങ്കര വലുതാണ്, നമ്മൾ കാണുന്ന പോലെ നല്ല ഒരു മിനിമം ഒരു ഇപ്പോൾ ആ കാണുന്ന ബാക്കിലെ കെട്ടിടം തന്നെ ഒരു 3-4 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട്. ഇത് അതിലും വലുതാണ്. അത് ഭയങ്കര രസമാണ് രാത്രിയിൽ. അർമേനിയക്കാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള മനുഷ്യരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവർ ചിലപ്പോൾ നമ്മളെ വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ സിറ്റിയിലുള്ള ആൾക്കാരും ചെയ്യുമെന്ന് തോന്നുന്നില്ല. വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വെർണിസാജെ മാർക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. വെർണിസാജെ എന്നാണ് എഴുതിയിരിക്കുന്നത്, വെർണിസേജോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇവിടുത്തെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് സുവനീർ മറ്റും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ജസ്റ്റ് ഇവിടുത്തെ ഒരു സിറ്റിയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലം ജസ്റ്റ് കാണാൻ വന്നതേ ഉള്ളൂ. നമ്മുടെ ഓടക്കുഴൽ പോലത്തെ ഒരു സാധനമാണല്ലോ. എനിക്ക് തോന്നുന്നു ഇവരുടെ എന്തോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇതെന്താ സംഭവം അറിയോ, നമ്മുടെ വൈൻ ബോട്ടിൽസ് ഒക്കെ വയ്ക്കുന്ന ഒരു സുവനീർ. അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വൈനറി ഉള്ളത് അർമേനിയയിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വൈനുകൾ കിട്ടുന്നത് അർമേനിയയിലാണ്. പിന്നെ ചെസ്സ്, ഇവർ ചെസ്സിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഇപ്പോൾ ചെസ്സിൽ ഭയങ്കരമായിട്ട് മുന്നേറി വരുന്നുണ്ട്. പക്ഷേ അർമേനിയക്കാരെന്ന് പറയുന്നത് ഇവർ ചെസ്സിൻ്റെ ആശാന്മാരാണ്. അതുകൊണ്ട് തന്നെ ചെസ് ഇവരുടെ ഒരു ഇതെന്താ ഫുൾ ഫ്ലിക്കറിങ് ആണല്ലോ. ചെസ് ഇവരുടെ ഒരു ദേശീയ വിനോദം പോലെ തന്നെയാണ്. ബേസിക്കലി ഇവർ ഭയങ്കര ചെസ്സിൽ അഗ്രഗണ്യരാണ്. ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ വലിയ റോഡുകൾക്ക് നടുക്കായിട്ട്, അതായത് ബിൽഡിങ്ങുകൾക്ക് നടുക്കായിട്ട് ഇതുപോലത്തെ വലിയ ഏരിയാസ് ഉണ്ടാവും. ഒരു ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും നടക്കാനും പറ്റുമൊക്കെ ആയിട്ടുള്ള ഏരിയാസാണ്. ഇപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഒരു 500 മീറ്റർ നീളത്തിൽ ഇങ്ങേ അറ്റം വരെ ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കളും പിന്നെ സോനീറുകളും പിന്നെ ഇവരുടെ ഹാൻഡിക്രാഫ്റ്റുകളും ഒക്കെ വിൽക്കുന്ന കടകളാണ് ഇവിടുത്തെ. ഫുൾ ലോക്കൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതായത് ചൈനയിൽ നിന്ന് കൊണ്ടിരുന്ന പ്രോഡക്റ്റുകളും ഉണ്ടാകും, പക്ഷേ എന്നാലും കൂടുതൽ ലോക്കൽ പ്രോഡക്റ്റുകളാണ് എനിക്കിവിടെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ പുട്ടുകുറ്റിയാണിത്.
നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പുട്ടിട്ടുണ്ടാക്കുന്ന അങ്ങനെ സാധനങ്ങളില്ലേ അതേപോലെ കണ്ടിട്ട് ചെസ് ബോർഡുകളൊക്കെ നോക്കി എന്തോരം കിടിലൻ ചെസ് ബോർഡുകളാണ്. വെറൈറ്റി ചെസ് ബോർഡുകളൊക്കെ ഇങ്ങനെ സൂവനീറുകളായിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കി നല്ല കിടിലൻ ചെസ് ബോർഡുകൾ. ഇവിടെ ഒരു സൈഡിൽ ഇവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് ഒരു രക്ഷയില്ല. അതൊക്കെ അടിപൊളിയാട്ടോ. നല്ല കിടിലൻ ക്യാൻവാസിൽ നല്ല അടിപൊളിയായിട്ട് അർമേനിയൻ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഭംഗിയാലേ കാണാനായിട്ട്. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ഇവിടുത്തെ ആളുകളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേർഷ്യൻ ടച്ച് തോന്നും, ചില സമയത്ത് ഒരു റഷ്യൻ ടച്ച്, ഒരു പേർഷ്യൻ ഒരു ഇറാൻ്റെ ഒക്കെ അടുത്താണല്ലോ. ഇറാൻ റഷ്യൻ മിക്സ് ലുക്കുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും എന്നാണ് എനിക്ക് മനസ്സിലായത് കണ്ടിട്ട്. നല്ല അടിപൊളി ചിത്രങ്ങളല്ലേ, എന്ത് രസമല്ലേ. ഞാനിങ്ങനെ കുറച്ച് ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്നൊക്കെ കരുതി നോക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഷവർമയും അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് പലതും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഷവർമയുണ്ട്, പിന്നെ നമ്മുടെ പപ്സ് പോലത്തെ എന്തൊരു സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലും കുറച്ച് ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണം. ഇവർക്ക് കുറേ കിടിലൻ ലോക്കൽ ഫുഡുണ്ട്, ലവാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഫൈ സ്ട്രീറ്റിലാണുള്ളത്. അവിടെ ഒരു ഓപ്പറ ഹൗസൊക്കെ ഉണ്ട്. ഓപ്പറ ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കാം, എനിക്ക് വിശക്കുന്നു. ഇവിടെ കുറേ ലക്ഷറി റെസ്റ്റോറൻറ്റുകളും ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളും അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനിവിടെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ഏരിയ തപ്പി വന്നതാണ്. എനിക്ക് കുറച്ച് ലോക്കൽ ഫുഡ് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം, അതാണ് എൻ്റെ ഉദ്ദേശം. അർമേനിയ നാഷണൽ എന്താണ് തുംഖാനി കിങ്കാലി ഓൾഡ് മെനു ആണോ ഇത്? അത് ശരി, ഇത് അടിപൊളി മെനു. ഇതൊക്കെ ലോക്കൽ ഫുഡാണെന്ന് തോന്നുന്നത്. ഇതെന്താണിത്, പ്ലൈവുഡും കൊണ്ടുണ്ടാക്കിയ മെനുവോ? ഇത് കൊള്ളാമല്ലേ, പൊളിച്ചു. ഇവിടെ തന്നെ കയറിയാലോ. ഇത് കണ്ടിട്ട് നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. തുംഖാനി ഓൾഡ് ഹൗസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനമാണ്. കയറി നോക്കാം. പക്ഷേ അതല്ല ഇവരുടെ ഭാഷയിലാണല്ലോ എഴുതി വെച്ചേക്കുന്നത് മെനു ഒക്കെ. ലക്സി ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരുന്നതിന് മുമ്പ് ഒരു ചായ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് ചായ നോക്കി മിൻറ്റ് ടീ. ഈ ഒരു പാത്രത്തിന് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അടിപൊളി കേട്ടോ സംഭവം. അപ്പോൾ ഇതാണ് ഡോൽമ എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് അത് ഒരു പ്രത്യേക രീതിയിൽ ടൊമാറ്റോ പ്യൂരിയിലൊക്കെ ഇട്ട് മുക്കിയെടുത്ത് കുക്ക് ചെയ്ത് ക്യാബേജ് ലീവ്സിൽ കുക്ക് ചെയ്തെടുക്കുന്ന സാധനമാണിത്. ഇങ്ങനെയാണ് അതിനകത്ത് ആ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേകതരം സംഭവം. നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ പുഴുങ്ങിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു സാധനം. ഇതൊരു അർമേനിയൻ ഡിഷാണിത്. വേണ്ടല്ലേ? ഓക്കെ, ഓ അതിൽ എരിവൊന്നുമില്ല, ഒരു വെറൈറ്റി സാധനം. ഇപ്പോൾ എൻ്റെ കിങ്കാലി വന്നിരിക്കുകയാണ്. കിങ്കാലി എന്ന് പറയുന്നത് നമ്മുടെ ഡംപ്ലിങ്സ് പോലത്തെ അർമേനിയൻ സാധനമാണ്. ഇതിങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിൽ ഇതിനകത്ത് ഇത് ചിക്കനാണ് ഫില്ലിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉള്ളല്ലേ, ഇതിൻ്റെ കൂട്ടത്തിൽ സോസോ കാര്യങ്ങളോ മുക്കാൻ പിടിക്കാനൊന്നും ഇല്ല. ഇതിങ്ങനെ പച്ചക്കാണ് ഇവർ കഴിക്കുന്നത്, വേറെ ഒന്നുമില്ല. ചിക്കൻ ഫില്ലിങ്ങിലുള്ള നമ്മുടെ മൊമോസൊക്കെ പോലത്തെ ഒരു സാധനം. കൊള്ളാട്ടോ, ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കിങ്കാലി അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു. ഏകദേശം 1000 രൂപയായി. ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഇവിടെ യെരവാനിൽ അർമേനിയയിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള ഒരു ഫൗണ്ടൻ കാണാൻ സാധിക്കും. ഇതെന്ത് ഫൗണ്ടനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രിങ്കിങ് വാട്ടറാണ്. കണ്ടോ, അത് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കുടിക്കുന്നതെന്ന് അറിയോ? ഇങ്ങനെയാണ് കുടിക്കുന്നത്. കാരണം ഞാൻ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം കുറേ ആളുകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡ്രിങ്കിങ് വാട്ടർ ആണെന്നുള്ളത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇത് വെള്ളം നമ്മൾ കുടിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചുണ്ടിൽ തട്ടിപ്പോകുന്ന വെള്ളം കറങ്ങി തിരിഞ്ഞ് ഇതിൽ വീണ്ടും വരുമോ എന്ന് എനിക്കറിയത്തില്ല. അതോ അത് വേറെ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ സെറ്റപ്പാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഇതിങ്ങനെ പല സ്ഥലത്ത് ഇതുപോലെയുള്ള ഡ്രിങ്കിങ് വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ക്രിസ്മസ് പരിപാടികളും മറ്റുമൊക്കെ കാണാം. ഇവിടെ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പച്ചൻ എന്താണെന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഷൂ ഒക്കെ വൃത്തിയാക്കുന്ന ഒരു അപ്പച്ചനാണ്. ടൂറിസ്റ്റുകളെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സിറ്റിംഗ് ലൈക്ക് ദാറ്റ്. അപ്പം ഇവിടുത്തെ വെള്ളം ഭയങ്കര എന്താ പറയുക നല്ല വെള്ളമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിലൂടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നഗരത്തിലെല്ലാ സ്ഥലത്തും ഇതുപോലുള്ള കുടിവെള്ളം വെച്ചിട്ടുള്ളത്. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഇവിടത്തുകാരുടെ ഒരു പ്രധാന വിനോദമാണ് ഈ ഐസ് സ്കേറ്റിംഗ് എന്നുള്ളത്. സ്കേറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും
നമ്മുടെ അവിടെ ഷോപ്പിംഗ് മാളിലൊക്കെ അല്ലേ കാണുന്നത്. ഇവിടെ ഹായ് 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 ഇവിടെ 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 അവർ ഹായ് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആ സ്കേറ്റിങ്ങിൻ്റെ ഒരു യൂണിറ്റ് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പബ്ലിക്കാണ്. ഐ തിങ്ക് ദിസ് ഈസ് ഫ്രീ. ഇവിടെ എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്കേറ്റിംഗ് ഷൂസും വന്നു കഴിഞ്ഞാൽ ആർക്കും ഇതിനകത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് വ്ളോഗ്. YouTube. I'm from India. I'm a travel vlogger. Do you have a YouTube? You can write to me. Yeah, sure. I'll show you. Are you from Yerevan? Yes. Okay. You can write here. Oh, you don't have YouTube now? No internet. No internet? Yes. Okay. Yeah, you can check it out tomorrow. What? You can check tomorrow. I'll show you my channel. Oh, we will subscribe. Please do. Yes. Oh my goodness. Oh my god. Okay. Take care. What? You're famous now. Yeah, enjoy. അയ്യോ കിളി പോയി അവരുടെ ഞാൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കില്ലേ അയ്യോ എനിക്ക് നാണം വന്നു അവരുടെ ചിരി കണ്ടിട്ട്. ഓക്കെ, മേളിൽ കയറിപ്പോ എൻ്റെ പൊന്നു. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് കാണാനല്ലല്ലോ വന്നേ. ഞാൻ ആക്ച്വലി അവിടെ ഒപ്പേറ ബാലെ തിയേറ്റർ കാണാൻ വേണ്ടി വന്നതാണ്. ഓ മൈ ഗോഡ്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാർലമെൻറ്റ് മന്ദിരം പോലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അർമേനിയൻ നാഷണൽ ഓപ്പറ ആൻഡ് ബാലെ തിയേറ്റർ എന്ന് പറയുന്ന ബിൽഡിംഗ്. ഇതിനകത്ത് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഷോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറേ ഇതൊക്കെയാണ് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഓപ്പറ ഷോസുകൾ, ഓപ്പറ എന്നായിരിക്കും പറയുന്നത്. അതിൻ്റെ വൈകിട്ട് 6 മണിക്ക് 7 മണിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസംബർ 28, 29, 30, 31 എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഷോകളുടെയൊക്കെ പരസ്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് കയറി കാണാം. ഇത് വല്ല ബങ്കറിലേക്കുള്ള വഴിയാണോ എന്നറിയില്ല. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ സോവിയറ്റ് രാജ്യങ്ങളിലെല്ലാം എല്ലാ നഗരങ്ങളിലും ബങ്കറുകളുണ്ടല്ലോ. ശരിക്കും സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ബങ്കറുകളിൽ ഇവിടെ മെട്രോ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെട്രോയും ബങ്കറിൽ കൂടിയാണ്, അതായത് അടിയിൽ കൂടി അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഈ പല രാജ്യങ്ങളിലും ഈ അണ്ടർഗ്രൗണ്ട് മെട്രോകൾ പണിയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് യുദ്ധമോ പ്രശ്നങ്ങളോ വന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, ഒളിത്താളാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉക്രൈനിലൊക്കെ വാർ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരടക്കമുള്ള പല ആളുകളും അവിടെ പോയി രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരുന്നത് ബങ്കറുകളിലല്ലേ അല്ലേ? ശരിക്കും നമുക്ക് പിന്നെ യുദ്ധം വരില്ലായിരിക്കും അല്ലേ? നമ്മളതൊന്നും ചിന്തിക്കത്തില്ലല്ലോ. നമ്മളെല്ലാം മേളിക്കൂടല്ലേ കൂടുതലും പണിയാ. നമ്മളിപ്പോൾ കണ്ട അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കുള്ള വഴിയായിരുന്നു. ഇത് കണ്ടോ, വണ്ടി ഇറങ്ങി പോകേണ്ട വഴിയാണ്, തിരിച്ച് കയറി വരേണ്ട വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ, അതായത് എല്ലാ അണ്ടർഗ്രൗണ്ട് പരിപാടികളാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോ പോലെ തന്നെ ഇവിടെ ഈ കാണുന്ന റോഡിൻ്റെയും ഈ സ്ട്രീറ്റുകളുടെയൊക്കെ അടിയിൽ പാർക്കിംഗ് ആണ് കംപ്ലീറ്റ്. കണ്ടോ, ഷവർമയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാം ഇവിടെ നോക്കിയാലും ഷവർമ കിട്ടും. പിന്നെ കോഫി ഹൗസ്, ആൾക്കാരൊക്കെ എന്തോരം കാപ്പി കുടിക്കുന്നറിയോ ഇവിടെ. കാപ്പിയും ചായയൊക്കെ എല്ലാ കോഫി ഹൗസിൻ്റെ മുമ്പിൽ ഇതുപോലെ തിരക്കായിരിക്കും. ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് കോഫിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ, കാരണം തണുപ്പല്ലേ, അപ്പോൾ എല്ലാവർക്കും കോഫിയും ചായയൊക്കെ കുടിക്കാമല്ലോ. ബാലെ ഉള്ളതല്ലേ ബാലെ ബിൽഡിംഗ്. എൻ്റെ താഴെ ഇവിടെ കുറേ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ഓരോ ദിവസം എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് ഈ ഭാഷ അറിയാതെ നമ്മളിത് കാണാൻ പോയി കഴിഞ്ഞാൽ ഈ പൊട്ടനാട്ടം കാണാൻ പോകുന്ന പോലത്തെ അവസ്ഥയായി പോകും. കാരണം ഒന്നും മനസ്സിലാവൂലേ. ഇല്ലേ പിന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു ഇത് വേണം, കഴിവ് വേണം. ഒരു അർമേനിയൻ ലെജൻഡർ കിടക്കുന്നുണ്ടോ, അടിപൊളി. ബാലെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗമാണത്. ഞാനേ ഇതിൻ്റെ ബാക്കിലേക്ക് പോവാം. എന്താ സംഭവം എന്നറിയോ? ഇവിടെ ഒരു കിടിലൻ സംഭവമുണ്ട്, അത് കാണാൻ വേണ്ടി പോകുന്നതാണ്. ദിസ് ഈസ് റിയലി ബിഗ്. ഇതെന്ത് വലുതാണ് ഈ ബിൽഡിങ്. എൻ്റെ പൊന്നെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 15, 12 നിലയുണ്ട് ഇതിന്. ഈ കണ്ടാൽ പറയും ഇത് 12 നിലയുണ്ടെന്ന്. അത്രയും ബിഗ്ഗാണ്. വലിയൊരു കഥയൊക്കെ കണ്ടോ. ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകണ്ടേ? യെസ്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് സെയിൻറ്റ് ഗ്രിഗറി ദ ഇല്ലുമിനേറ്റർ കത്തീഡ്രൽ എന്ന് പറഞ്ഞ് യെരവനിലെ ഏറ്റവും വലിയ പള്ളിയിലേക്കാണ്. ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ ഒരു ചെറിയ കെട്ടിടമുണ്ട്. ഇതെന്താണെന്നറിയോ? ഇതിനകത്ത് നമ്മൾ ഈ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ ഈ കുരിശടിയുടെ താഴെ വന്നിട്ട് ആളുകൾ മെഴുകുതിരിയൊക്കെ കത്തിക്കില്ലേ? അപ്പോൾ ഇത് മെഴുകുതിരി കത്തിക്കുന്നൊരു സ്ഥലമാണ്, ഒരു ഹോളാണിത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവിടെ ആളുകൾ അകത്ത് വന്നിട്ട് ഇവിടെ ഇതുപോലുള്ള ഇതിൽ മെഴുകുതിരി കത്തിക്കുകയാണ്. കണ്ടോ, ശരിക്കും ഇതെന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. ഇവിടെ മെഴുകുതിരി വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മെഴുകുരി കിടക്കുന്ന സ്ഥലമാണ്. എനിക്ക് മൂത്രം വയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് ആണോ എന്ന് കരുതി ആദ്യം വന്ന് തുറന്നു നോക്കിയതാണ്. പക്ഷേ ഇതിങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇതെന്താണ് ഇങ്ങനെ എന്ന് എനിക്കറിയില്ല. ഇവിടെ അകത്ത് കുറേ ഫോട്ടോസും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ മെഴുകുതിരി കത്തിക്കുന്നു. മെഴുകുതിരി കത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു ഹാള്.
തണുത്തിട്ടെ തൊണ്ടയുടെ സൗണ്ടൊക്കെ മാറി. അതുകൊണ്ട് ഇവിടെ ഉണ്ട് കണ്ടോ വെള്ളം, ഇവിടെ എല്ലാം ഉണ്ട് ഇതുപോലെ കുടിവെള്ളം. ഇതും കുടിവെള്ളമാണ്, ഇതും കുടിവെള്ളമാണ്, ഇതും കുടിവെള്ളമാണ്. ഇനി വെള്ളം ഇത് താഴെ പോയിട്ട് ഇത് വേറെ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയാത്തത്. ഇതെല്ലാവരും ഇങ്ങനെയാണ് കുടിക്കുന്നത്. കുപ്പിക്കകത്തും വേണം നിറച്ചുകൊണ്ട് പോവാം. ഫുള്ള് മൊത്തത്തിൽ ക്രിസ്മസ് ട്രീ ആണ് എൻ്റെ ഇതിലേക്ക് പൈൻ മരങ്ങൾ അതിൽ ഫുള്ള് ഇതിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർ ഇടുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ അങ്ങനെ സ്റ്റാറോ പുൽക്കൂടോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല. സാധാരണ നമ്മളൊക്കെ അവിടെ സ്റ്റാർ ഇടും, പുൽക്കൂടിടും, അങ്ങനത്തെ പല പരിപാടികളില്ല നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ കണ്ടില്ല. ഇതെന്താ, ഇതാണ് പള്ളി. അപ്പോൾ ഇതെന്താ സംഭവം? ഇതിന് അടിയിൽ പരിപാടി നോക്കട്ടെ. ഇരുമ്പ് ഡോറ്. ഓ, ഇതൊരു വലിയ ഹോള്. നന്ദി. അണ്ടർഗ്രൗണ്ട്, ഭൂഗർഭം, വേറൊന്നുമില്ല. ഇതൊരു മോഡേൺ ചർച്ചാണ്. ഇത് ഈ പറഞ്ഞ പോലെ മാർബിൾ വെച്ചിട്ട്, മാർബിൾ സ്റ്റോൺ ആണെന്ന് തോന്നിയാ അത് തന്നെ, റെഡ് മാർബിൾ സ്റ്റോൺ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ. ഒരു പ്രത്യേക ഷേപ്പാണ് അല്ലേ. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കിയിട്ട് വരാം എങ്ങനെയാണ് എന്താ പരിപാടി എന്നൊക്കെ. ഞാൻ വിചാരിച്ച് ക്രിസ്മസ് ആയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന പള്ളിയിൽ. പക്ഷേ ശരിയാണല്ലോ, ഇന്ന് ക്രിസ്മസ് അല്ലല്ലോ. നമുക്കാണല്ലോ ക്രിസ്മസ്, ഇവർക്കിന്ന് ക്രിസ്മസ് അല്ലല്ലോ. തടിയുടെ ഡോറ്. പുതിയ പള്ളിയാട്ടോ അത്. അകത്തോട്ട് പോകാം. പരിപാടി കൊള്ളാലോ, അടിപൊളി, പൊളിച്ചോട്ടോ. പക്ഷേ എന്നാലും നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു പഴയ പള്ളികളുണ്ടല്ലോ, അതാണ് വേറെ ലെവല്. ഇത് ഒരു എന്താ പറയുക, ഒരു റഷ്യൻ സ്റ്റൈൽ ചർച്ചാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ സ്റ്റൈലല്ല. ഇത് പ്യുവർലി ഒരു അർമേനിയൻ സ്റ്റൈലിലെ പള്ളി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മുമ്പിൽ കുറേ പൂക്കളൊക്കെ ആളുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇത് കൊള്ളാൽ. ഇത് വലിയൊരു ഓഡിറ്റോറിയം പോലുണ്ട്. ഒരു മോഡേൺ ഓഡിറ്റോറിയം പോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ, കൊള്ളാം അല്ലേ. വലിയൊരു ഷാൻലിയർ ഇട്ടിരിക്കുന്നുണ്ടോ. ഓ എൻ്റെ ദൈവം, ഇതെന്ത് വലിപ്പമാണ്. അതിൻ്റെ ഏറ്റവും മേളിലൊരു ബാൽക്കണി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാമല്ലേ. ഇത് ഭയങ്കര വലിയ പള്ളി, ഇഷ്ടപ്പെട്ടു. തടിയുടെ കസേരകളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അൽത്താരയിൽ നമുക്ക് ചിത്രങ്ങളൊക്കെ കാണാം. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ പോയിട്ടില്ലേ ഡൽഹിയിൽ, അതുപോലെയൊക്കെ ഇരിക്കുന്നു. അവിടെ ആ ഒരു പുറത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും അല്ലേ, ലോട്ടസ് ടെമ്പിളൊക്കെ പോലെ. നൈസ്. ഈ പള്ളി കിടുവാട്ടോ, ഇതൊരു കത്തീഡ്രലാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ പള്ളികളുടെ കളികളാണ് ഇവിടെ മൊത്തം. പള്ളികളെന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന പഴഞ്ചൻ പള്ളികളൊക്കെ ഉണ്ട്. നാളെ നമുക്ക് മറ്റേ മൗണ്ടൻ കാണാൻ പോകണ്ടേ, അത് നോഹയുടെ പെട്ടകം ഇരിക്കുന്ന പർവ്വതം കാണാൻ വേണ്ടി നാളെ പോകണം. അത് നമ്മൾ അർമേനിയയിൽ നിന്നുകൊണ്ട് തുർക്കിയിലുള്ള ആ പർവ്വതമായിരിക്കും നമ്മൾ കാണുക. പള്ളിയുടെ മുമ്പിൽ എന്തോ പ്രതിമയൊക്കെ ഉണ്ട്. എന്ത് പ്രതിമയാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അങ്ങനെ എക്സ്ട്രീം വിൻ്ററായിട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. സിറ്റിയിൽ വരുന്ന വഴിക്കൊക്കെ മൊത്തം സ്നോ വീണ് കിടക്കായിരുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ സ്നോയും കാര്യങ്ങളൊക്കെ ഇല്ല. വീണ്ടും റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക, സബ്വേക്കകത്ത് മൊത്തം കടകളാണ് എല്ലായിടത്തും. ശരിക്കും നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അത് സബ്വേകളിൽ മാക്സിമം ഇതുപോലെയുള്ള കടകളൊക്കെ വെച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സബ്വേ ഒക്കെ ചീത്തയാവില്ലല്ലോ. ഇവിടെ കടകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സബ്വേക്കകത്ത് എന്താണ് സംഭവിക്കുക, ആൾക്കാർ മുറുക്കി തുപ്പിയിടുന്നു, പല സംഭവങ്ങളും കാണിക്കുന്നു. ഈ മജസ്റ്റിക്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെ സബ്വേ ഒക്കെ കാണണം. എൻ്റെ അമ്മോ, പണ്ട് അതിലൂടെയൊക്കെ നടന്നു പോകാൻ തന്നെ പേടിയായിരുന്നു. പലർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങളും പരിപാടികളൊന്നും നടക്കത്തില്ല. എല്ലാം വൃത്തിയായി കിടന്നോളും. ഇതെന്ത് വണ്ടിയാണ് ഇത്? ഇതിന് ഇവിടുത്തെ ലൈൻ ബസ് വല്ലതും ആണോ? ഇത് ബസ്സാണ്, ഇവിടുത്തെ ബസ്സാ. അതൊക്കെ സിറ്റി ബസ്. അടിപൊളി. അതിന് മേളിൽ കണ്ടോ ഗ്യാസ് ഇരിക്കുന്നേ. എനിക്ക് വന്ന് മറ്റേ CNG ആണെന്ന് തോന്നുന്നു. നമ്മുടെ ബാലെ തിയേറ്ററിന്റെ പുറകു വശത്തായിട്ട് ബാക്ക് സൈഡിലായിട്ട് അവിടെ ഒരു സംഭവം കണ്ടോ. ഈ എരവാൻ നഗരം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കുഴിഞ്ഞ ഭാഗത്താണ്. ഇതിന് ചുറ്റിനും മലകളാണ്. ആ മലകളുടെ സമീപത്ത് മലയുടെ മേളിലെല്ലാം കെട്ടിടങ്ങളാണ്, വീടുകളാണ്, പല സംഭവങ്ങളുണ്ട്. അവിടെ കുറേ സ്റ്റെപ്പുകൾ പണിത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതൊരു കാസ്കേഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ രാത്രി ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണത്. അവിടെ വന്നിട്ട് ആ സ്റ്റെപ്പുകൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കുറേ മോണുമെൻറ്റും കുറേ പരിപാടികളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണത്. കൊള്ളാമല്ലേ അത്? ഇതെന്താ കുറച്ച് ആൾക്കാർ ദേഹത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓടുന്നേ. ഇതെന്താ പരിപാടി? ഞാൻ വിചാരിച്ച് കരോളം വല്ലതാണോ. ഇത് കരോളൊന്നുമല്ല, ഇത് വേറെന്താ പരിപാടിയാണ്. വാട്ട് ഈസ് ദിസ്? ഇവർ രാത്രി ഓട്ടത്തിന് ഇറങ്ങിയാണോ, കൂട്ടയോട്ടത്തിന് ഇറങ്ങിയാണെന്ന് തോന്നുന്നു.
ഞാൻ ഇപ്പോൾ ഇവിടുത്തെ കാസ്കേഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഞാൻ പകൽ കണ്ടില്ല, നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഞാനൊരു ബസ്സിൽ കയറിയിട്ട് പോകണം. ഭയങ്കര തിരക്കാണ് രാത്രി ആയപ്പോഴത്തേക്കിനും. ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു തിരക്കൊക്കെ ഉണ്ട്. സോ ഞാൻ ആ ഒരു ബസ്സിൽ കയറിയിട്ട് പോകണം. ഇവിടെ ഏത് ബസ്സിൽ കയറിയാലും 300 ഇവിടുത്തെ അർമേനിയൻ ഡ്രമ്മാണ് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ റോഡിലും എല്ലാ സ്ഥലത്തും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി ആട്ടോ ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി. ഇതൊക്കെ ഇത് കണ്ടില്ലേ, അതായത് ഇതൊരു പ്രത്യേക രീതിയിലുള്ള ലൈറ്റ്. അതാണല്ലേ ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ എന്തൊക്കെയോ വീഴുന്ന പോലത്തെ രീതിയിലാണ് ഇവിടുത്തെ ലൈറ്റൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്ത് രസമല്ലേ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും ലൈറ്റൊക്കെ ഇട്ട് ഫുൾ എവിടെ നോക്കിയാലും ഭംഗിയാണ്. അതുപോലെ ലൈറ്റ് ഇട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഓരോ രാജ്യത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ആ ഒരു രാത്രി സംഭവങ്ങളൊക്കെ എന്ത് അടിപൊളിയല്ലേ. ഇപ്പോൾ രാത്രി ഇപ്പോൾ 8:30-9 മണിയായി. ഇവിടെയൊക്കെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് LED ലൈറ്റ്സും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇട്ട് ഫുള്ള് നല്ല കിടിലം വൈബിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ കാസ്കേഡ് നോക്കി വന്നതാണ്. കാസ്കേഡിൻ്റെ ആ ഏരിയ എവിടെ, ആ സ്റ്റെപ്പൊക്കെ കണ്ട നമ്മളെ പകല് കണ്ട ആ ഒരു ഏരിയ അതെവിടെയായിരുന്നു? ഇതിവിടെ എവിടെയോ ആണ്, എനിക്കൊന്ന് ആ ഭാഗമാണെന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. ഇതാണ് നമ്മൾ രാവിലെ കണ്ട കാസ്കേഡ് ഏരിയ. കണ്ടോ അവിടെ ബാക്കിൽ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, ഫുള്ള് സ്റ്റെപ്പ് കയറി വേണമെങ്കിൽ മേളിപ്പാം. അതാണ് ഇവിടുത്തെ പരിപാടി. ഞാനിവിടെ കുറേ ക്രൗഡ് പ്രതീക്ഷിച്ചു, പക്ഷെ ഇവിടെ വലിയ ക്രൗഡൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ ഓപ്പറേറ്റർ അവിടെ കറങ്ങി നടന്നപ്പോഴത്തേക്കിനും ഒരാളെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഹസ്നാൻ അല്ലേ, ഹസ്നൈൻ മലപ്പുറംകാരനാണ്, ഇവിടെ പഠിക്കുകയാണ്. MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ ഞാൻ വെറുതെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് അവിടെ കുറേ നേരമായിട്ട് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ അല്ലേ എന്നെ കാണാനായിട്ട് കുറേ ആൾക്കാർ വന്നായിരുന്നു. എൻ്റെ ഹോട്ടലിൽ വരെ വന്നിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ സമയത്ത് ഒരു 3-4 പേര് ഹോട്ടലിൽ വന്നിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. അപ്പം ഞാൻ വീണ്ടും ഇവിടെ ഓപ്പറ ഹൗസിൻ്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി കരുതിയത് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇവിടെ, ക്രിസ്മസ് അല്ല എന്നാലും ഡിസംബർ 25 ഇവിടെ കുറേ ഒക്കെ ആൾക്കാരുണ്ടാവും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഞാനിവിടെ പുറത്തിറങ്ങിയിട്ട് എനിക്കിതുവരെ വലിയ ക്രൗഡൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ പോയ ആ ഒരു റിപ്പബ്ലിക് ഫെയറിൻ്റെ ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ആൾക്കാരെ കാണുമായിരിക്കും. അതല്ലാതെ വലിയ ക്രൗഡൊന്നും ഞാൻ കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. അതാണ് ക്രിസ്മസ് അല്ലേ. നമ്മൾ ഈ പുൽക്കൂട് ഒരുക്കുക, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക കരോള്, പള്ളിയിൽ നിന്നൊക്കെ കരോളിന് പോവും. പിന്നെ പള്ളിയിൽ നല്ല പോലും വെറുതെ പൈസക്കാണെങ്കിൽ പോലും നമ്മളൊക്കെ കരോളിന് പോവും. അതൊക്കെ പണ്ട് മുതൽ നമ്മുടെ നാട്ടിലെ ഒരു കസ്റ്റമാണ്. പുൽക്കൂട്, അങ്ങനെ പല പരിപാടികൾ, ക്രിസ്മസിന് എന്തൊക്കെ പരിപാടികളല്ലേ. പക്ഷെ അതുപോലത്തെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് പോലും ഞാനതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. എന്താണെന്നറിയില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇനി വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഓഫ് കോഴ്സ് ചിക്കൻ ഷവർമ, ലെബൻ അല്ലേ. ഇവിടെ മൊത്തം ഷവർമ കടകളാണ്. നീ എവിടെ നോക്കിയാലും ഷവർമ കടകളാണ്. ഷവർമ കടകൾ മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വൈ ഷവർമ ഈസ് സോ പോപ്പുലർ ഹിയർ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. രാത്രി 10 മണിയായി. ഇതിവിടുത്തെ നോർത്തേൺ അവന്യൂ എന്ന് പറഞ്ഞൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. പക്ഷെ ഇവിടെ ഹാപ്പനിങ് ഒന്നും ഇല്ല. ഒരു മനുഷ്യരെ കാണാനില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സ്റ്റിൽ വണ്ടറിങ് എവ്രിബഡി എവിടെ പോയി, ആൾക്കാരൊക്കെ എവിടെ പോയി, ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിൽ കുറേ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അത് വേറെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും അല്ല ഞാൻ ക്രിസ്മസിൻ്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണാം. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറേ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുന്നു. എന്ത് പറപ്പിച്ച് കളിക്കുന്നേ, എന്തോ സാധനം ഇങ്ങനെ പറപ്പിച്ച് കളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറേ സെറ്റപ്പുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. ആളുകളൊക്കെ എന്താണെന്നറിയോ, ബേസിക്കലി ആളുകളൊക്കെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ച്, ബാറിലൊക്കെ പോയി 2 അടിച്ച്, പബ്ബിലൊക്കെ പോയി ആ ഒരു വൈബാണ്. പിന്നെ ഇങ്ങനെ എന്നെ പോലെ കറങ്ങി നടക്കുന്ന കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വരുന്നത്. അതാണ്. അപ്പം അർമേനിയ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ഒരു ടൂറിസ്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അർമേനിയനെക്കാട്ടി കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ജോർജിയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം ജോർജിയ കുറച്ചും കൂടെ ഹാപ്പനിങ് ആണ്. പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചും കൂടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അർമേനിയ അങ്ങനെ ഒന്നും ഇല്ലയെന്നല്ല പറയുന്നത്, പക്ഷേ അർമേനിയ ഈസ് ഓൾസോ ഗുഡ്. പക്ഷേ എന്താ പറയുക, നമുക്ക് ബാക്കി കണ്ടിട്ട് പറയാമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അർമേനിയ വരാനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക്
അബുദാബി, ദുബായ് ഈ ഭാഗം വഴി മിഡിൽ ഈസ്റ്റ് വഴി കണക്ട് ചെയ്ത് വരേണ്ടി വരും. അബുദാബിയിൽ നിന്ന് വിസ്സയറുണ്ട് യനമാനിലേക്ക് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വിസ്സയറിലൊക്കെ വരാം. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലും മറ്റും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള അല്ലെ അവിടെയൊക്കെ താമസിക്കുന്ന ആളുകളാണ്. കാരണം അവർക്കിവിടെ ഓൺ അറൈവൽ വിസയിൽ വരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. സോ അങ്ങനെ കുറേ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കുറേ മലയാളികളെ കണ്ടായിരുന്നു. ടൂറിസ്റ്റുകളായിട്ട് വന്ന കുറേ ആൾക്കാരെ പല സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ഏരിയയിൽ എത്താം, എന്നാലേ നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഏരിയാസൊക്കെ ഓൾമോസ്റ്റ് ഡെഡാണ്. ഇതെന്ത് സംഭവം? ഇത് ക്രിസ്മസ് സ്പെഷ്യൽ അല്ലേ? ഇതെന്താണ് എല്ലാവരും അടിച്ച് കിണ്ടിയാണല്ലോ. അടിപൊളി. നമ്മളെ ഇന്ന് രാവിലെ വന്ന സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഓർമ്മയുണ്ടോ? നമ്മൾ രാവിലെ ഇതിലൂടെയൊക്കെ നടന്നായിരുന്നു. അതായത് ഇതാ കാണുന്ന ആ ക്ലോക്ക് ടവർ, ആ ഒരു ഭാഗം, പിന്നെ നമ്മുടെ നാഷണൽ മ്യൂസിയം, പിന്നെ നമ്മൾ ആ ക്രിസ്മസ് ട്രീ, പിന്നെ നമ്മുടെ മാരിയറ്റ് ഹോട്ടൽ, ബാക്കിയുള്ള ഈ കാണുന്ന ബിൽഡിംഗ്. ഇതൊക്കെ പകലും രാത്രിയും തമ്മിൽ ഉള്ള വ്യത്യാസം കണ്ടോ? ആനയാട് പോലെ വ്യത്യാസം. പകൽ എന്തിനുള്ളായിരുന്നല്ലേ കാണാനായിട്ട്, പക്ഷെ രാത്രിയിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ഭയങ്കര ഭംഗിയായില്ലേ അല്ലേ? അതാണ് ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ ഈ റിപ്പബ്ലിക് സ്ക്വയർ, പിന്നെ ഇതിന് ചുറ്റിനുള്ള കുറേ സംഭവങ്ങൾ. യെസ്, അങ്ങ് ബാക്കിൽ അവിടെ ഒരു ടവർ കാണുന്നുണ്ട്. TV ടവർ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ മലയുടെ മേളിലെന്തോ കാണുന്നൊരു ടവർ, ഒരു TV ടവർ ഉണ്ട്. ഇവിടെ ഓടക്കുയിൽ ഇവിടെ ഒരു ചേട്ടനിരുന്ന ഓടക്കുയിൽ ഊതിക്കൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്നെ കാത്ത് കുറെ നേരം അവിടെ തണുപ്പ് കൊണ്ട് നിന്നേട്ടാ. ഓക്കെ ബ്രോ, അപ്പം നന്നായി പഠിക്കൂ. സീ യു, താങ്ക്സ് ഫോർ കമ്മിങ്, ബൈ. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ച ഒരു വൈബ് എനിക്കിവിടെ ക്രിസ്മസിൻ്റെ വൈബൊന്നും എനിക്കിവിടെ കിട്ടിയില്ല. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഇവിടെ ക്രിസ്മസ് ഇന്നാണ് ഇന്നല്ല എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ ഇതിങ്ങനെയാണ് ഇവിടെ. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിലും വൈബ് ക്രിസ്മസിന് നമുക്ക് UK യൂറോപ്പിലൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു വൈബൊന്നും കിട്ടിയില്ല. പിന്നെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അർമേനിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട. ഒരു സാധാരണ ഒരു സ്ഥലം. ജോർജിയാണ് കുറച്ചും കൂടെ ബെറ്റർ, പക്ഷെ ചരിത്രം കുറേയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നാളെ പോകുന്നുണ്ട് അവിടേക്ക്. നമുക്ക് നോഹയുടെ പെട്ടകം വന്ന് ഉള്ള ആ ഒരു മല കാണാൻ പോകണ്ടേ, അരാരത്ത് മൗണ്ടൻ കാണാൻ പോകണ്ടേ? യെസ്, അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോകണം. അങ്ങനെ കുറേ ചരിത്രമുണ്ട്. പിന്നെ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ഐ തിങ്ക് ജോർജിയ ഈസ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജോർജിയ ഈ ഒരു യൂറോപ്പ് അല്ലാതെ നോക്കുമ്പോഴത്തേക്കും ജോർജിയ ആണ് ബെറ്റർ. അത് നല്ലത്. അർമേനിയ ഓക്കെ, സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ ഇവിടെ കുറേ ആളുകൾ ഞാൻ കണ്ടു കേട്ടോ, ഇന്ത്യക്കാർ ഫുഡ് ഡെലിവറിക്ക് ഇവിടെ അർമേനിയയിൽ വന്ന് ജോലി ചെയ്യുന്നു. ഫുഡ് ഡെലിവറി, പിന്നെ റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ കുറേ ആളുകൾ ഇവിടെയൊക്കെ വന്ന് പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കുറേ വാർത്തകൾ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാരോട് പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് ടൂറിസ്റ്റ് വിസയിലും മറ്റുമൊക്കെ ആയിട്ട് അർമേനിയയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ജോലി വാഗ്ദാനം പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. അർമേനിയ വിസ എടുക്കാൻ ആകെ $20 $30 ചിലവേ ഉള്ളൂ. പറയുമ്പോഴത്തേക്കും ഏകദേശം 2000-3000 ചിലവേ ഉള്ളൂ ടൂറിസ്റ്റ് വിസ. അതിന് 3-4 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ടൂറിസ്റ്റ് വിസയിൽ ഇവിടേക്ക് ജോലിക്കാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും, ടൂറിസ്റ്റ് വിസയും കൊടുത്തോണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഏജന്റുമാർ കൈയൊഴിയും. അങ്ങനെ കൈയൊഴിഞ്ഞ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഇവർ അനധികൃതമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആളുകളെ ഞാൻ പേഴ്സണലി 1-2 പേരെ കണ്ടു. അങ്ങനെ കുറേ കഥകൾ ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണ്. എനിക്കിപ്പോഴും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയിൽ ഒരു രാജ്യത്തേക്കും ജോലിക്കെന്നും പറഞ്ഞുകൊണ്ട് ആരും കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് ജോലിക്കെന്നും പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അതൊരു എംപ്ലോയ്മെൻറ്റ് വിസയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാറ്റഗറി വിസയിലായിരിക്കും. ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ക്രെഡൻഷ്യൽസ് ശ്രദ്ധിക്കുക, പറ്റിക്കപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സോ ബി സേഫ് ഗൈസ്, എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് നോയുടെ പെട്ടകം കാണാൻ പോവാം. ഓക്കെ, സീ യു ദെൻ, ബൈ. ഞാനിപ്പോൾ ഹോട്ടലിലേക്ക് നടക്കണം, ഒരു 10 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ.